check it out, yo. അറിഞ്ഞോ? ഇല്ല. അറിഞ്ഞില്ലേ? ഇല്ലെന്നല്ലടാ പറഞ്ഞത്. സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്തു. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ സഞ്ജു ടെക്കി ഇങ്ങനെ വേട്ടയാടുന്നത് MBD? ആക്സിഡന്റ് പറ്റിയിരുന്നെങ്കിലോ അങ്ങനെയുള്ള ഓൾട്രേഷൻസ് ഒന്നും അനുവദിക്കാൻ പാടില്ല. എന്നാലും ഇതൊരു കടുങ്കൈ തന്നെ. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനല്ലേ ഇവരിട്ട് പന്താടുന്നത്. അപകടം പറ്റുമ്പം ഈ മറിച്ച് ആൾക്കാർ പറഞ്ഞാൽ ഇവിടെ കോടതി ഇല്ലേ, ഇവിടെ ഗവൺമെന്റ് ഇല്ലേ, ഇവിടെ MBD ഇല്ലേ എന്ന് ഒരുപക്ഷെ ചോദിച്ചു. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. തെറ്റായ സന്ദേശമല്ലേ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ചോദിച്ചാൽ ആ നടപടി ആയിട്ട് മുമ്പോട്ട് പോകുകയാണ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ആക്ടിവാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് ഈ നിയമവശത്തെക്കുറിച്ച് പുള്ളിക്ക് ധാരണയില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ സാധ്യതയെക്കുറിച്ച് പുള്ളി ചിന്തിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു കൈവതം അദ്ദേഹം എൻ്റെ അടുത്ത് ഹിയറിങ്ങിന് വന്നിരുന്നു. ഈ അതിന്റെ RC ബുക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഞാനാണ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ 1 ഇയറിലേക്ക് വണ്ടി അനക്കാൻ പാടില്ല, വണ്ടി വീട്ടിൽ തന്നെ സൂക്ഷിക്കണം. അതുവരെ എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെങ്കിൽ അതുവരെ എന്തെങ്കിലും മാറ്റമോ വരുത്തണമെന്നുണ്ടെങ്കിൽ MBDയുടെ അറിവോടുകൂടി ചെയ്യാൻ പറ്റും. ഒരു തീരുമാനം ഉണ്ടാവട്ടെ, 1 വർഷം അവിടെ വണ്ടി റെസ്റ്റ് ചെയ്യട്ടെ. ഒരു ഭാഗ്യം നോക്കണേ. അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ കഴിയില്ല. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? ഞാനറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു അറിയട്ടെ? എൻ്റെ അടുത്ത് ഹിയറിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം ഒരു സാധു ജീവിയെ പോലെ സംസാരിച്ചത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? അതിനെക്കുറിച്ച് അറിവില്ലെന്ന് അദ്ദേഹം എനിക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു സാർ. നോണ പറയുമെങ്കിലും വിശ്വസ്തന. ഞാൻ RC ബുക്ക് സസ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം വളരെ മര്യാദക്കാരനാണ്. കമ്മ്യൂണിറ്റി സർവീസിനോട് നിർത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇപ്പൊ അദ്ദേഹത്തിന് ബോധം വന്നു. അദ്ദേഹം ചെയ്തോട്ടെ, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തോട്ടെ. പക്ഷെ ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. MBD അതിനകത്ത് അപകടം ഉണ്ടാവരുത്. ആ ഉറപ്പിന്റെ കാവൽപ്പട്ടാളങ്ങളായിട്ടാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നതും ഗവൺമെന്റ് നിൽക്കുന്നതൊക്കെ. അങ്ങനെ ചെയ്യുന്നതായിട്ട് ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടാൽ, നിങ്ങളുടെ ആരുടെ ശ്രദ്ധ, ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പണ്ട് പേന ഇരിക്കുന്നത് പോലെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ക്യാമറ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം. സത്വര നടപടി ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം അങ്ങനെ ഓടിക്കുന്നതായിട്ട് ഇനി കണ്ടു കഴിഞ്ഞാൽ അടുത്ത നടപടിയുണ്ട്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. അപ്പൊ ഞാൻ പോട്ടെ. എന്താടാ പോവാത്തെ? അപ്പോ ഇല്ല സാർ, ഉങ്ക മനസ്സില എന്നമോ ഇருக்கு. Check it out, yo. Wah, wah.